ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ടച്ച് ആൻഡ് ഫ്ലിക്ക് കൺട്രോൾ ടൈപ്പാണ് ട്രെയിൻ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അത് അറിയണ കുറേ പേരുണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. സോറി, മാച്ച് പ്രാക്ടീസാണോ ചെയ്തത്? കുഴപ്പമില്ല, നമുക്കിതിൽ ട്രൈ ചെയ്യാം. പാസ് കൊടുക്കാനായിട്ട് ജസ്റ്റ് റൈറ്റ് സൈഡിലൊന്ന് എങ്ങടെ പാസ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയറിനെ അങ്ങോട്ട് തിരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പാസ് കൊടുത്താൽ മതി. പ്ലെയറിൻ്റെ മൂവ്മെൻറ്റ് ജോയ്സ്റ്റിക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ്. എന്നിട്ട് നമ്മൾ പ്ലെയറിൻ്റെ ജോയ്സ്റ്റിക്ക് കറക്റ്റായിട്ട് പിടിക്കുക, എന്നിട്ട് ടീംമേറ്റിന് പാസ് കൊടുക്കുക. അത്രേ ഉള്ളൂ. ജസ്റ്റ് റൈറ്റ് സൈഡിലൊരു സ്വൈപ്പ് ചെയ്താൽ മതി എങ്ങടെ പാസ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിനുശേഷം ത്രൂ പാസിംഗ് ആണ്. ത്രൂ പാസിങ് ഇതുപോലെ തന്നെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് സ്വൈപ്പ് ചെയ്താൽ മതി. കൈ എടുക്കാണ്ട് റൈറ്റ് സൈഡിൽ സ്വൈപ്പ് ചെയ്യാം. അത് എത്ര നമുക്ക് ലോങ്ങിലേക്ക് കൊടുക്കണോ അത്രയും പവറിൽ നമ്മൾ സ്വൈപ്പ് ചെയ്യാം. അത് ആ പ്ലെയറിൻ്റെ ക്വാളിറ്റി പോലെ ആയിരിക്കും ആ പാസ് പോവുക. നെക്സ്റ്റ് നമുക്ക് ഷൂട്ടിങ് നോക്കാം. റൈറ്റ് സൈഡിൽ 2 ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഷൂട്ടിംഗ് ആണ്. ഷൂട്ടിങ് വളരെ ഈസിയാണ്. ഇതിൽ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി റൈറ്റ് സൈഡിൽ. സ്റ്റണ്ണിങ് പാസ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് സൈഡിലൊരു ടാപ്പ്, റൈറ്റ് സൈഡിലൊരു സ്വൈപ്പ്. ലെഫ്റ്റ് സൈഡിലൊരു ടാപ്പ് ചെയ്യുക, എന്നിട്ട് സാധാ പാസ് കൊടുക്കുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റണ്ണിങ് പാസ് പൊക്കോളും. ലെഫ്റ്റ് സൈഡിലൊരു ടാപ്പ്, റൈറ്റ് സൈഡിലൊരു സ്വൈപ്പ്. ഈ പാസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മോർ ആക്യുറേറ്റ് ആയിരിക്കും, ബട്ട് കുറച്ച് സ്ലോ ആയിരിക്കും. പെട്ടെന്നുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. അതായത് നമുക്ക് പെട്ടെന്ന് പാസ് കൊടുത്ത് കയറി പോകാൻ പറ്റില്ല. പാസ് ആക്യുറേറ്റ് ആയിരിക്കും, കുറച്ച് സ്ലോ ആയിരിക്കും. ഇനി സ്റ്റണ്ണിങ് ഷോട്ട് നോക്കാം നമുക്ക്. അതീ പറഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡിലൊരു ടാപ്പ്, നേരത്തെ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്തില്ലേ റൈറ്റ് സൈഡിൽ, അതുപോലെ. സെക്കൻഡ് ടൈപ്പ് ഒരു സ്വൈപ്പ് ആണെങ്കിൽ ബെറ്ററായിട്ട് നമുക്ക് അടിക്കാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലൊരു ടാപ്പ് കൊടുത്തിട്ട് റൈറ്റ് സൈഡിലൊരു ടാപ്പ്, റൈറ്റ് സൈഡിലേക്ക് ഒരു സ്വൈപ്പ്. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ലെഫ്റ്റ് സൈഡിലൊരു ടാപ്പ്, റൈറ്റ് സൈഡിലൊരു ടാപ്പ്, പിന്നെ റൈറ്റ് സൈഡിലേക്ക് തന്നെ ഒരു സ്വൈപ്പ് കൊടുക്കുക റൈറ്റ് സൈഡിൽ. ഇനി നമുക്ക് സ്കില്ല് നോക്കാം. അത് റൈറ്റ് സൈഡിലൊരു ടാപ്പ്, ലെഫ്റ്റ് സൈഡിൽ ജോയ്സ്റ്റിക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. എങ്ങടെ നമുക്ക് സ്കില്ലിട്ട് മൂവ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട്. റൈറ്റ് സൈഡിലൊരു ടാപ്പ്, ജസ്റ്റ് ഇതിലൊരു സ്വൈപ്പ്. നോക്കിക്കോ, റൈറ്റ് സൈഡിലൊരു ടാപ്പ്, പിന്നെ ലെഫ്റ്റ് സൈഡിലൊരു സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്കില്ലാവും. റൈറ്റ് സൈഡിലൊരു ടാപ്പ്, ലെഫ്റ്റ് സൈഡിലൊരു സ്വൈപ്പ്. പിന്നെ സ്കില്ലിട്ട് ഡബിൾ ടച്ച് ഇട്ട് നമുക്ക് അടിച്ച് കയറ്റാനുള്ളൊരു സ്റ്റണ്ണിങ് അടിച്ച് കയറ്റണമെന്ന് കണ്ടിട്ടുണ്ടോ മിക്കവരും? അത് നമ്മൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റാക്കി എടുക്കാവുന്നേ ഉള്ളൂ. റൈറ്റ് സൈഡിൽ ടാപ്പ് ചെയ്ത് നമ്മൾ സ്കില്ലിടണം ഫസ്റ്റ് തന്നെ. റൈറ്റ് സൈഡിലോട്ട് ടാപ്പ് ചെയ്യുക, എന്നിട്ട് സ്കില്ലിടുക, എന്നിട്ട് അപ്പോൾ തന്നെ ഡബിൾ ടച്ച് ഷൂട്ട് അടിക്കുക. ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് സ്കില്ലിടുക, അതിന് ശേഷം ലെഫ്റ്റ് സൈഡിലൊരു ടാപ്പ്, റൈറ്റ് സൈഡിൽ നമ്മൾ സ്റ്റണ്ണിങ് അടിക്കില്ലേ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ഗൈസ്, അടുത്തത് നമുക്ക് ക്രോസിംഗ് ആണ്. നോർമൽ ക്രോസിംഗ് ഉണ്ട്,
അത് അപ്പ് ആൻഡ് ഡൗൺ ജസ്റ്റ് റൈറ്റ് സൈഡിൽ വലിച്ചു കഴിഞ്ഞാൽ ബോൾ നമുക്ക് പൊക്കിയിട്ട് കൊടുക്കാൻ പറ്റും. ഇതന്നെ നമുക്ക് സ്റ്റണ്ണിങ് അടിക്കാൻ പറ്റും. അതും ജസ്റ്റ് നമ്മൾ സ്റ്റണ്ണിങ് ഷോട്ട് അടിക്കുന്ന പോലെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ക്രോസ് ഇടണ, ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നില്ലേ, ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബോൾ പൊക്കിയിട്ട് കൊടുത്തോളൂ. അപ്പർ ബോൾ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇങ്ങനെ വരിക. ഇവിടെ നമ്മൾ ബെസ്റ്റ് സ്റ്റണ്ണിങ് അടിക്കുന്ന പോലെ ക്രോസ് ഇടുക. അതായത് ലെഫ്റ്റ് സൈഡിലൊരു ടാപ്പ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റണ്ണിങ് ക്രോസ് പോവും. ലെഫ്റ്റ് സൈഡിലൊരു ടാപ്പ്, ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റണ്ണിങ് ക്രോസ് പോവും. ഈ ക്രോസ് സ്റ്റണ്ണിങ് ബെറ്ററായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ ക്രോസിങ് സ്കില്ലുള്ള പ്ലെയേഴ്സിന് മാത്രമേ അത് കറക്റ്റായിട്ട് നമുക്ക് പെർഫോം കിട്ടുള്ളൂ ഗെയിമിൽ. ലെഫ്റ്റ് സൈഡിലൊരു ടാപ്പ്, റൈറ്റ് സൈഡിൽ അപ്പ് ആൻഡ് ഡൗൺ സ്വൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള വീഡിയോ. എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ ഗൈസ്, ബൈ.